യെസ്, ഇത് ഞങ്ങളുടെ ചെങ്ങന്നൂർ കണ്ടോ. വൈകുന്നേരം ടൈമാണ്, ഒരു 4:30 4:30 ടൈമാണ്. വണ്ടി ഇന്ന് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വണ്ടി തരാമെന്ന് അവർ പറഞ്ഞത്. അറിയില്ല, ഇന്ന് നേരത്തെ കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് തരാമെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണം, സാരമില്ല, ഞങ്ങൾ എന്തായാലും വരുമ്പോൾ ലേറ്റാവും, നിങ്ങൾ നാളെ തന്നാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ദിവസം നാളെ ഇത് കഴിഞ്ഞാൽ നാളെ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരുമോ? കുഴപ്പമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, അതിലെടുക്കാനായിട്ട് ഞാന്മാരെ ഇങ്ങോട്ട് വരുത്തിക്കണ്ട. അവരാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകട്ടെ. അല്ല, അത്രയും കഴിഞ്ഞ് പോയി എടുത്തുകൊണ്ട് വരണ്ട. അല്ല, മറ്റവൻ അവിടെ അല്ലേ, പെരുമ്പാവൂരല്ലേ? ആ, അപ്പോൾ അവൻ അവിടെ നിന്ന് വരുന്ന എടുത്തുകൊണ്ട് പോട്ടെ, അതല്ലേ എളുപ്പം. ഏതാ? ഞാൻ ഇത് ഉദ്ദേശിച്ച, ഞാൻ വേറെ പ്ലാൻ എന്തായിരുന്നു അറിയോ? നമ്മളിപ്പോൾ ഇത് പോയിട്ട് നാളെ വണ്ടി തിരിച്ച് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് കോട്ടയത്തൊന്ന് ലൈലാൻഡിൽ നിന്ന് നമുക്ക് ആഡ് ബ്ലൂ മേടിച്ചിട്ട് വരാമായിരുന്നു അതിന്. അതിന് ലോഡ് നാളെ ഈ റൂട്ട് വല്ല ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാളെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണ് നോക്കിയിട്ട് നോക്കാം. പക്ഷെ ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്നും ഓട്ടം വാടകയില്ലടാ, ഭയങ്കര ശോകമാണ്. വാടകയില്ല, അതാ വിഷയം, മെയിൻ വിഷയം. ഇന്നലെല്ലാം വാടക കൂട്ടുന്ന എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് വലിയ വായ്ത്താളമായിരുന്നല്ലോ. എന്നിട്ട് എന്തൊന്നും ആയില്ല, ആക്കും ഇല്ലേ. ഒരു ഓവർലോഡ് കയറ്റി വരുന്നതിനെല്ലാം പിടിക്കുന്നുണ്ട്. ഈ ഓവർലോഡ് കയറ്റുമ്പോൾ എന്ത് 10,000 2,000 ഗുണമയ്ക്ക് വേണ്ടി ഈ ഓവർലോഡ് കയറ്റുന്നത്. ഈ ഓവർലോഡ് കയറ്റുന്നത് എന്ത്, മാന്യമായിട്ടുള്ള ലോഡിന് കറക്റ്റ് ടൺ പാസിന് അവർ കറക്റ്റ് ഉള്ള പാസിംഗ് ലോഡിന് വാടകയില്ല. കറക്റ്റ് ഒരു ലോഡ് എടുത്ത് ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു 50,000 രൂപ, ഇപ്പോൾ ഒരു 25,000 രൂപ, അല്ല ഒരു 30,000 രൂപ ഒരു ഓട്ടമാണെന്ന് വിചാരിച്ചു. ഈ 30,000 രൂപ ഓട്ടത്തിൽ വേണം ഈ ഇതൊക്കെ കൊടുക്കാൻ. എന്തുവാ, കയറ്റുകൂലി ഇറക്കുകൂലി എല്ലാം കഴിഞ്ഞതിന് ശേഷം അതെ, കമ്മീഷൻ കുറയ്ക്കത്തില്ല. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ചായക്കാശെന്നും പറഞ്ഞ് പണിക്കാർ വന്ന് മേടിക്കുവോ? ഇവർക്ക് 100 കൊടുത്താലൊന്നും പറ്റത്തില്ല. അല്ല, ഞാൻ പറയട്ടെ, എന്തിനീ ഈ 15 പോലും എന്തിനാ കൊടുക്കേണ്ട കാര്യം എന്താ? ഇവർ കൊടുത്ത് ശീലിപ്പിച്ച് കളഞ്ഞു. ഒന്നും പറയാനും പറ്റത്തില്ല, എടുക്കാനും പറ്റത്തില്ല. ഒന്നും പറയാനൊന്നുമില്ല, കൊടുത്തില്ല. നാളെ ഇത്രയും വലിയ വൃത്തികെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഈ ലോറിയുടെ ഫീൽഡ് ഇങ്ങനെ പോയിട്ടുള്ളൂ. ഇത്രയും വേറും വൃത്തിയില്ലാത്തൊരു എന്തുകൊണ്ടും ഒരു നെറികെട്ട ഒരു പരിപാടി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ ഫീൽഡ് തന്നെ ഈ ഒരു സംരംഭമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ബാക്കി ഇന്ത്യക്ക് പുറമേ ഉള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ട്രക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡിങ് പരിപാടിയാണ്. എത്ര പേരാ എവിടൊക്കെ എത്ര പേര് ആൾക്കാരാ കയറി പോകുന്നത് അറിയോ? നമ്മുടെ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഈ ട്രക്കിന് ഇത്രയും ഒരു ഇതില്ലാത്ത. ഇത്രയും എന്താ പറയുക, സാധനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഉറക്കമില്ലാതെ ഊണില്ലാതെ കൊണ്ടുകൊടുക്കുക, തുച്ഛമായ പൈസ എടുക്കും. അതിനിടയ്ക്ക് ഓവർലോഡ്, ശരി, ഞാൻ കാര്യം പറയട്ടെ, ഓവർലോഡ് കയറ്റണ്ട, ഓവർലോഡ് കയറ്റത്തില്ല. എന്നാൽ ഈ പാസിംഗ് ലോഡിനുള്ള വാടക അതുപോലെതാ. ഇത് വാടകയും തരത്തില്ല. ഇത് വാടകയും തരത്തില്ല. എന്നിട്ട് കിട്ടുന്ന ഉള്ള നക്കാപ്പിച്ച പൈസക്കകത്തുനിന്ന് അതിനകത്തുനിന്ന് കൈയിട്ട് വാരാനായിട്ട് കുറെ പോലീസുകാർ ടോളിന്റെ അവിടെ പിരിവ്, പോകുന്ന വഴിക്കെല്ലാം പോലീസ് പിടിക്കുന്നു. എടാ, നീയൊക്കെ വേണമെങ്കിൽ കാറുകാരെ പിടിക്കേ. ഈ ലോറിക്കാരെ ഇവരെന്തിനാ പിടിക്കുന്നത്? ഒന്നാമത് വാടക കുറവാ, എന്നിട്ട് സമയത്തിന് ഇപ്പൊ സമയത്തിന് ഓടാനും പറ്റത്തില്ല. ടിപ്പറുകാരൊക്കെ കണ്ടോ, രാവിലെ ആകെ കിട്ടുന്ന അവർക്ക് കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ. ആ ടൈമിങ്ങിനിടയ്ക്ക് ഇമാർ ഓടി എടുക്കുന്നത്. അതിനിടയ്ക്ക് ഒരു 5 മണിക്കൂർ കാണും ഇവർക്ക് ഓടാനായിട്ട്. ആ 5 മണിക്കൂറിനുള്ളിൽ എത്ര ട്രിപ്പ് അവരെടുക്കും? ആ ട്രിപ്പ് എടുക്കുമ്പോഴായിരിക്കും അവന്മാർ ചെക്കിങ്ങിന് വന്നിരിക്കുന്നത്. പോക്കറത്തിന് വരിക കാണിക്കുന്നത്.
ഇതൊക്കെ തോന്നിയാസം എന്ന് പറയാം. തടിവണ്ടി അതെ, എല്ലാം ഇതെല്ലാം മൊത്തത്തിൽ ഇത് തന്നെ അവസ്ഥ. കാണിക്കുന്നു തോന്നിയാസങ്ങൾ കാണിച്ചു. എന്നാ ആദ്യം ഇതിനുള്ള പരിപാടി ആദ്യം ഒന്ന് വണ്ടിക്കുള്ള വാടകയും കാര്യങ്ങളും അതിനുള്ള പരിപാടികളെല്ലാം ആദ്യം ക്ലിയർ ആക്കിയതിന് ശേഷം എല്ലാം പോട്ടെ. ഈ എന്താ ലോഡിംഗ് വണ്ടി പോയി എന്താ ലോറി പോയി അവിടെ പോയി ഇടിക്കുന്നു, ഇവിടെ പോയി തട്ടുന്നു, എടുക്കുന്നു. ഇവർക്ക് പറയാനും പ്രതികരിക്കാനും നാണമില്ല ഇവർക്ക്. ഇത്രയും ലോഡുമായിട്ട് വരുന്ന വണ്ടി, ഈ വലിയ വണ്ടിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഇത് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെ ഈ ആംബുലൻസ് പോകുന്നു, ഫയർഫോഴ്സ് പോകുന്നു, ഇതുപോലെ തന്നെ പ്രയോറിറ്റി ഉള്ള ഒരു വണ്ടി തന്നെ ഈ ഹെവി വണ്ടി. ഈ ആംബുലൻസ് ഈ ഫയർഫോഴ്സ് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രയോറിറ്റി ഉള്ള ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ഉള്ള വണ്ടിയാണ് ഈ പറഞ്ഞ ഹെവി ട്രക്ക്. അത് ഇവർക്കാർക്കും മനസ്സിലാവത്തില്ലേ? എന്നിട്ട് ഈ ഹെവി ട്രക്കിന് ഈ വണ്ടിക്ക് വിലയില്ല, ഒരു വാല്യൂ കൊടുക്കുന്നില്ല. കാരണം ഇത്രയും ദൂരയാത്ര പോകുന്നു. എടാ നമ്മൾ തന്നെ കാറിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം എറണാകുളം പോകുന്നു, ട്രിവാൻഡ്രം പോകുന്നു, നമുക്ക് ക്ഷീണമാവത്തില്ലേ? നമ്മൾ ഇവിടുന്ന് എറണാകുളം പോയിട്ട് നീ തിരിച്ച് ഒറ്റയ്ക്ക് വരുമ്പോൾ തിരിച്ച് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ തന്നെ നമ്മൾ ടയർഡ് ആവത്തില്ലേ? അപ്പോൾ നമ്മൾ ഈ ലോറിയും കൊണ്ട് 500 കിലോമീറ്റർ 600 കിലോമീറ്റർ ഒക്കെ നമ്മൾ പെർ ഡേ പോകുന്നു. അതൊക്കെ ഏറ്റവും കുറവ് 500 കിലോമീറ്റർ ഒക്കെ പോകുന്ന പറഞ്ഞാൽ ഏറ്റവും കുറവാ. എന്നിട്ട് അതും വേറെ കാര്യം ചിന്തിക്കണം, കാറ് പോകുന്ന പോലെ അല്ല പോകുന്നത്. ഈ വണ്ടി കൊണ്ട് പോകുന്നവർക്ക് അറിയാൻ ബുദ്ധിമുട്ട്. കാരണം ക്ഷമ എന്ന് പറഞ്ഞ സാധനം കയ്യിലില്ലാതെ ഈ പരിപാടി നടക്കത്തില്ല. എത്രത്തോളം എന്നിട്ട് എത്ര ഇടത്ത് ചില ഏരിയകളിലൊക്കെ വണ്ടി കയറ്റി വിടാതെ രാത്രിയിലെ വണ്ടി കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് എത്ര ഇടത്ത് വണ്ടി സൈഡാക്കി നിർത്തുന്നുണ്ട്. അങ്ങനെയായാലും കാറുകാർ ചെയ്യാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യൂ. അങ്ങനെ ഇന്ന സമയത്ത് വണ്ടി പോകത്തില്ല, ഇനി രാത്രി 10 മണിക്കേ പോകത്തുള്ളൂ, നിങ്ങളവിടെ കിടക്കും, 12 മണിക്കൂർ നിങ്ങളുടെ സൈഡിൽ കിടന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുമോ? സിറ്റി കൂടെ വണ്ടി കയറത്തില്ല. ഓരോ ഇടവഴിയെല്ലാം എന്തായിരുന്നു, ചെറിയ ഇടവഴിയൊക്കെ കയറുമ്പോൾ ടെൻഷനാ, എങ്ങനെ പോകണം എടുക്കണമെന്നൊക്കെ. ഒന്ന് കണ്ണടന്ന് ഒന്ന് ഉറക്കക്ഷീണം വന്ന് ഒന്ന് കണ്ണടയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ സൈഡിൽ എവിടെയെങ്കിലും ഇതുപോലെ സൈഡ് പിടിച്ചൊന്ന് ഇടാൻ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും വഴി വരെ കച്ചവടക്കാർ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഇവിടെ ഞങ്ങൾ കച്ചവടം പോയി എടുക്കും എന്നൊക്കെ പറയും. എന്നാൽ കുറച്ച് റോഡ് അങ്ങോട്ട് നീക്കി നിർത്തുമ്പോഴത്തേക്ക് പോലീസുകാർ തന്നെ വന്നിട്ട് പറയും ഇവിടെ വണ്ടി നിർത്തൽ എടുക്കല്ലെന്നൊക്കെ. ഈ ഇത്രയും നിയമം അറിയാവുന്ന ഇത്രയും റൂൾസ് അറിയാവുന്ന ഈ പോലീസുകാർ ഇങ്ങനെ പറയുമ്പോൾ അത് ഏറ്റവും വലിയ നാണക്കേടാണ്. എന്നാ നമ്മളാ ഈ ഉറക്കം ഉളച്ച് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഉറക്കം വരുമ്പോൾ വണ്ടി നിർത്താനുള്ള സൗകര്യം കാര്യങ്ങൾ ഒന്നീ റോഡിൽ സൈഡ് കാണണം. ഒന്നെങ്കിൽ ഹൈവേയിൽ ഇപ്പൊ ഹൈവേ പണിയുന്നു. ഈ ഹൈവേ പണിയുന്നാൽ ഇപ്പൊ എത്രയിടത്തുണ്ട് ഈ ട്രക്ക് ട്രക്ക് ലൈബ് ഇപ്പൊ എവിടെ ഉണ്ട്? എത്രയിടത്ത് പണിയുന്നുണ്ട് പറ. ഈ ഒരു ഒരെണ്ണം കാസർഗോഡ് പണിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാസർഗോഡ് അങ്ങേറ്റം പണിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഈ ട്രിവാൻഡ്രം തൊട്ട് ഇപ്പൊ ഇവിടെ വരെ ഇപ്പൊ ഈ നമ്മുടെ എറണാകുളം വരെ പണിയുന്നതില് ഇപ്പൊ ഈ പരിസരം ആ റൂട്ടിൽ എവിടെങ്കിലും ട്രക്ക് ലൈഫ് പണിയുന്നുണ്ടോ? അതിനുള്ള വകുപ്പ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല, എടുത്തിട്ടുമില്ല. ഈ റൂട്ടിൽ തന്നെ ഇപ്പൊ നാണ്ട പോകുന്നത്. ഇപ്പൊ ഇവിടെ ഇനി ഞങ്ങൾക്കൊന്ന് വണ്ടി ഒന്ന് ഒതുക്കണമെങ്കിൽ സൈഡാക്കണമെങ്കിൽ ഇപ്പൊ ലോങ് സർവീസ് വരുന്ന വണ്ടിയാണ്. എത്രയോ വണ്ടികൾ ഇപ്പൊ നാണ്ട കഴിഞ്ഞ ദിവസം നമ്മുടെ റോഡ് അവിടെ ചെങ്ങന്നൂര് നമ്മുടെ റോഡ് അവിടെ രാത്രി 11 മണി ആയപ്പോഴത്തേക്ക് കരിയും കൊണ്ട് വന്ന ഒരു 6 വീൽ വണ്ടി, തമിഴ് വണ്ടിയാണ്. ആ വണ്ടി മറിഞ്ഞു, അവർ ഉറങ്ങിപ്പോയതെന്നാ പറയുന്നത്. ഇത്രയും എങ്ങനെ ഉറങ്ങാതിരിക്കും? കാരണം ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ഒളച്ച് നമ്മൾ വണ്ടി ലോഡുമായിട്ട് വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യമാണ് എടുത്ത് ഞാൻ പറയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ലാസ്റ്റ് നമ്മൾ 18 ലോഡ് കൊണ്ടുവന്ന് ഇറക്കിയല്ലോ. ഞങ്ങൾ വെളുപ്പിന് 4 മണി ആയപ്പോൾ ഞങ്ങൾ ലോഡുമായിട്ട് ഉറക്കം ഉളച്ച് ഞങ്ങൾ അവിടുന്ന് ഒറ്റ ട്രിപ്പ് ഞങ്ങൾ നേരെ വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ ഓമല്ലൂർ ഞങ്ങൾ 18 വന്നു ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ പടുതെല്ലാം അഴിച്ച് ഞങ്ങൾ കിടന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റു. എന്നാലും ക്ഷീണമുണ്ട്. ഞങ്ങൾ കിടന്ന് 5 മണിക്ക് കിടന്നത്. 5 മണിക്ക് കിടന്ന് 6 7 8 8 8:30 9 3 മണിക്കൂർ 4 മണിക്കൂർ ആവുന്നുള്ളൂ. പക്ഷെ 12 മണിക്കൂർ കിടന്നാൽ പോലും നമ്മുടെ ക്ഷീണം മാറത്തില്ല, അതുപോലെ ടയർഡാ. എന്നിട്ട് ഈ ലോഡ് ഇറക്കി കഴിഞ്ഞത് രാത്രി 11:30 രാത്രി 12 മണിയായി ലോഡ് ഇറക്കി കഴിഞ്ഞത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവര് ഭക്ഷണം കഴിക്കാൻ പോയി എടുക്കാൻ പോയി. അപ്പൊ ഞങ്ങൾ എന്താ മനുഷ്യന്മാരല്ലേ? പിന്നെ ഞങ്ങൾക്ക് അവിടെ ആ സ്ഥാപനത്തിന്റെ അവര് നല്ല മനസ്സുള്ള പിള്ളേരായതുകൊണ്ട് അവരുടെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലോ എന്ന് ചോദിച്ചു. ഞങ്ങൾ കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അവര് ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു തന്നു. അത് അവരുടെ നല്ല മനസ്സ്. പത്തനംതിട്ടയില് അത് അവരുടെ നല്ല മനസ്സ് കാരണം അവര് ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു തന്നു. ബാക്കിയുള്ളിടത്തൊന്നും അങ്ങനെ ആരും നല്ല മനസ്സ് കാണിച്ചു ആരും ഭക്ഷണം മേടിച്ചു തരത്തില്ല. ഞങ്ങൾ പട്ടിണി ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ പല ഏരിയയിലും. കാരണം പുറത്ത് പോയി കട പോലും ഇല്ലാത്ത ഏരിയകളിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റാതെയും ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഈ ലോഡ് ഇറക്കുന്നവരും ഇതിന്റെ ഏമമാരും അവരും എല്ലാം ഭക്ഷണ സമയത്ത് കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു, ബ്രേക്ക് എടുക്കുന്നു, വൈകിട്ട് പോയി ചായ കുടിക്കുന്നു, വരുന്നു. ഈ സമയത്തെല്ലാം ഞങ്ങൾ പട്ടിണിയാ. കാരണം ഇതെല്ലാം ലോഡ് ഇറക്കിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് പോയി ഭക്ഷണം കഴിക്കാൻ. ഞങ്ങളെന്താ മനുഷ്യന്മാരല്ലേ? ഇത് ഞങ്ങളുടെ എന്താ കാര്യം ഉണ്ടാക്കുന്ന പോലെ ഇവരുടെ ഈ പെരുമാറ്റം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഒന്നെങ്കിൽ ഈ വണ്ടിക്കുള്ള കുറച്ച് എന്താ ഈ വണ്ടിക്ക് വേണ്ട കുറച്ച് സൗകര്യങ്ങൾ കാര്യങ്ങൾ ഈ വണ്ടിക്ക് ആൾക്കാർക്ക് വഴി പോകുമ്പോൾ അവർക്ക് എന്താ ക്ഷീണം വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഒതുക്കി നിർത്താൻ എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കായിരിക്കും, ഇല്ലെങ്കിൽ വാടക കൂട്ടുക.
വാടക കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓവർലോഡ് ആരും കയറ്റത്തില്ല. ഇത്രയും ഈ ചെറിയ വണ്ടിയിൽ ഈ 25 ടണ്ണുള്ള വണ്ടിയിൽ 30 ടണ്ണുള്ള വണ്ടിയിൽ 40 ടണ്ണ് കയറ്റിക്കൊണ്ട് പോകുന്ന കാരണം എന്താ? എടാ നീയൊക്കെ കറക്റ്റ് സമയത്ത് വാടക കൊടുത്ത് കറക്റ്റ് ആയിട്ട് നീ കൊണ്ടുപോകും. ഈ നക്കാപ്പിച്ച എച്ചിത്തരം കാണിച്ച് ഈ നക്കാപ്പിച്ച വാടകയും കൊടുത്തിട്ട് അതിനകത്തൊന്നും പിടിച്ചു പറയും, എന്നിട്ട് പോലീസുകാരും പിടിച്ചു പറിക്കുന്നു. എന്ത് നാണമില്ലേ? ഇത്രയും വലിയ പോയിട്ട് നിങ്ങൾ ഈ ലോറികളെ മാത്രം, ഈ ഹെവി ട്രക്കിനെ മാത്രം, ഇത്രയും വലിയ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഇത്രയും വലിയ വണ്ടികൾ മാത്രം നിങ്ങൾ പിടിക്കുന്നത്. ഈ അധ്വാനിക്കുന്ന എന്നാ എല്ലാരും അധ്വാനിക്കുന്ന, ആരും അധ്വാനിക്കാത്തതായിട്ട് ആരുമില്ല, എല്ലാരും ജീവിക്കാൻ വേണ്ടി പോകുന്നവരാ. അതുപോലെ വാടകയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. ഈ സ്പീഡിലോട്ട് ഇറങ്ങി തിരിക്കുമ്പോഴേ ഇതിന്റെ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഒന്നും അറിയാൻ വയ്യാതെ ചുമ്മാ കയറി ഇരുന്നിട്ട് ഒന്ന് കയറി നോക്കുമ്പോൾ അവന്റെ ലോറി ഉണ്ട്, അവൻ പോകുന്നു, അവനക്ക് ലോറി വരുമാനം ഉള്ളത് കൊണ്ടായത് അവൻ ഓടുന്ന എടുക്കുന്നതെന്നൊക്കെ. അത് വണ്ടി ഓടിക്കുന്നവനെ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഈ വണ്ടി ഈ വണ്ടിയല്ല, ഞങ്ങളുടെ മറ്റേ ലെയ്ലാൻഡ് നമുക്ക് ആക്സിഡന്റ് പറ്റി 9 മാസം ഞങ്ങൾ ഷോറൂമിൽ കടന്നു. വണ്ടി 9 മാസം വണ്ടി കടന്ന് ആ 9 മാസം സി സി കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഒരു ദിവസം ഒരു വണ്ടി ഒന്ന് എന്തെങ്കിലും, ശരി വണ്ടി റണ്ണിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് സി സി അടക്കാനുള്ള വകുപ്പ് കിട്ടുമായിരിക്കും. പക്ഷെ വണ്ടി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മെക്കാനിക്കൽ ഇഷ്യോ, എന്തെങ്കിലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് വണ്ടി ഷോറൂമിൽ കയറി കഴിഞ്ഞുണ്ടല്ലോ, കുറഞ്ഞത് 1 മാസം വണ്ടി ഷോറൂമിൽ കിടക്കും. ആ 1 മാസത്തേക്കുള്ള വണ്ടിയുടെ അടവ്, ഒരു വണ്ടിയുടെ CC EMI അറിയാമല്ലോ, ഓരോ വണ്ടിയുടെ വില അറിയാമല്ലോ, എത്ര രൂപ വെച്ച് അടയ്ക്കുമെന്ന്. 1 ലക്ഷം രൂപയ്ക്ക് അടുത്തോളം വരും ഓരോ വണ്ടിയുടെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ എമൗണ്ട് അടയ്ക്കാൻ വകുപ്പുള്ളവനെ കൊണ്ട് പറ്റും. ഇപ്പൊ ഉള്ളത് ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർ നേരെ പോകും. ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രക്ക് യൂസ് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളെന്ന് പറയുന്നത് ഈ ഡെയിലി ഈ വണ്ടി ഓടിച്ചിട്ട് വേണം ഇതിന്റെ CCയും കാര്യങ്ങളൊക്കെ അടക്കി എടുക്കുകയൊക്കെ ചെയ്യാൻ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒന്നാമത് കറക്റ്റ് വാടക കിട്ടുന്നില്ല. അതിന്റെ ഇടയ്ക്കൂടെ നിങ്ങൾ പിടിച്ചു പറയും കാണിക്കുന്നു. ഞാൻ ഇപ്പൊ മഹാരാഷ്ട്രക്ക് പോവാണ്, 50,000 രൂപ വാടക ഞാൻ കൊടുത്തിട്ട്, 60,000 രൂപയ്ക്ക്. അപ്പൊ എത്ര വാടക അവർ കിട്ടും? ഈ പറഞ്ഞ നിങ്ങളിപ്പോ ചിലർ പറയും അങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നും ഇല്ലാന്ന്. ആരും പറയണ്ട. ഇത് ഞങ്ങൾ പക്കായിട്ട് ഞങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യം തന്നെ. ഞങ്ങൾ പലയിടത്തുനിന്ന് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. സെയിം റോഡ് ഒരു വാടകയ്ക്ക് പോയിട്ട് അടുത്തടുത്ത് വാടക കൂടുതൽ കിട്ടി. എങ്ങനെ കൂടുതൽ കിട്ടി? ഇത് ആരും തർക്കിക്കാൻ വരണ്ട, ഓരോരുത്തരും തർക്കിക്കാൻ വരണ്ട. ഈ ഒരു കാര്യത്തില് ഇത് അറിയാവുന്നവൻ തർക്കിക്കാൻ വരത്തില്ല, വയ്യാത്തവനാണ് തർക്കിക്കാൻ വരുന്നത്. അത് ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയോ. പക്കായിട്ട് വാടക വെറും വൃത്തിയായിട്ട രീതി ഞങ്ങൾക്ക് വാടക വരുന്നവരുണ്ട്. അതെ, പലയിടത്തും ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾക്ക് തന്ന വാടകയും ഞങ്ങൾ പിന്നെ ഇൻഡയറക്ട്ലി ഞങ്ങൾ തിരക്കിയപ്പോഴത്തേക്ക് ഇത്ര രൂപയ്ക്കാണ് ആ വണ്ടി വാടക പോയത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു എമൗണ്ട് കുറച്ചാണ്. കറക്റ്റ് ഞങ്ങൾക്ക് ഡീസൽ അടിച്ച് ഞങ്ങൾക്ക് വന്ന് വരാനുള്ള ടോളും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വരാനുള്ള പൈസ ഒരു ഡ്രൈവറിന് വേണമെങ്കിൽ ശമ്പളം ഒന്ന് ഉള്ളിപ്പറക്കി കൊടുക്കാം. അല്ലാതെ വണ്ടിക്കായിട്ട് ശമ്പളം കിട്ടുന്നില്ല. അതായത് വണ്ടി മീൻസ് ഓണർക്കായിട്ട് ഒരു ശമ്പളം എടുക്കാനായിട്ട് തികയുന്നില്ല. ആ ലെവലിലാണ് ഇവര് ശമ്പളം കൊണ്ട് തരുന്നത്, വണ്ടിക്ക് വാടക പറയുന്നത്. ഇത് എന്തിനോട് അറിയാൻ വേണ്ടി വയ്ക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ സഹായം ചെയ്യുന്ന പോലെ ആയിപ്പോയി. ലോഡ് പോയി പെരുമ്പാവൂരിന്ന് എന്റെ കയ്യിൽ നിന്ന് 1000 രൂപ ഇട്ടിട്ടാണ് റോഡ് കൊടുത്തത്. എന്റെ കയ്യിൽ എക്സ്ട്രാ പൈസ ഇവന്റെ കയ്യിൽ നിന്ന് എടുത്ത് ഓടിയോണ്ട് ആ ഡ്രൈവർ ആണെങ്കിലോ അന്ന് ഒറ്റയ്ക്കാ പോയി, ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ഓടിയോണ്ട് എന്റെ വണ്ടി ആയോണ്ട് ഡ്രൈവറാണ്. ഇതാ വെറും തോന്നിയാസം പറയാണ്. ഞങ്ങൾക്കൊന്നും ഇല്ലയോ, ഞങ്ങൾ തരാനൊന്നും ഇല്ലയോ, എന്ത് തരാനകത്ത് എന്റെ കാശ് പോയിരിക്കും. ഞങ്ങൾ തരുന്നവനാ കൊടുക്കുന്നവനാ. എനിക്ക് കുറെ കാശ് കിട്ടി കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, ശമ്പളം കിട്ടിയാണ്, വാടക കിട്ടിയ കൊടുത്ത സന്തോഷമുണ്ട്, കുഴപ്പമില്ല. ഇത് നിങ്ങൾ ലോറിയുടെ വാടകയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഇത് തീരുമാനമാക്കി വണ്ടിക്കെല്ലാം ഒരു വാടക, ഒരു ഫിക്സഡ് വാടകയോ അങ്ങനെ എന്തെങ്കിലും എന്നിട്ട് നിങ്ങൾ എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ ഓവർലോഡിനോ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ വന്ന് റോഡിൽ പിടിക്കുകയൊക്കെ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഈ ആൾക്കാർ ഈ ഓവർലോഡ് കൊണ്ടുപോകുന്ന എന്തിനാ? ഈ ഓവർലോഡ് കൊണ്ടുപോകുന്ന ശമ്പളം കൂടുതൽ കിട്ടുന്ന വിചാരിച്ചു കൊണ്ടുപോകുന്ന ഈ ഓവർലോഡ് കൊണ്ടുപോയിട്ട് പ്രയോജനം. ഈ പൈസ കൂടുതൽ കിട്ടിയാലും ആരും ഓവർലോഡ് കൊണ്ടുപോകത്തില്ല. കാരണം എന്താ അറിയോ, ഈ ഓവർലോഡ് കയറ്റി കഴിഞ്ഞാൽ വണ്ടിക്കാണ് അതിനായിട്ടുള്ള ഡാമേജ് സംഭവിക്കുന്നത്. വണ്ടിക്ക് മൈലേജ് കുറയും, അതിനായിട്ടുള്ള വണ്ടിക്കാണ് ഓരോരോ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ ഈ ഓവർലോഡ് കൊണ്ടുപോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടകയില്ല. അപ്പൊ ഈ ഓവർലോഡ് കയറ്റിട്ട് വേണം, ആ പൈസ വേണം അവന് ചിലപ്പോൾ ഭക്ഷണത്തിനോ ചിലപ്പോൾ ഫാസ്ടാഗ് ചാർജ് ചെയ്യാനോ വീട്ടിലേക്ക് വല്ലതും കിട്ടാതിരിക്കുകയെല്ലാം ചെയ്യാൻ. അതിനുവേണ്ടിയാണ് ഈ ഓവർലോഡ് കയറ്റുന്നത്. നിങ്ങൾ മര്യാദയ്ക്കും ന്യായമായിട്ടുള്ള രീതിയിൽ ഇതിൽ പാസിങ്ങിനുള്ള ആ ഒരു കറക്റ്റ് എമൗണ്ട് നിങ്ങൾ കൊടുക്ക്.
അതിനുള്ള വകുപ്പ് ചെയ്യും. അങ്ങനെ ആരും ഓരോ എടുത്തില്ല. ആ പിന്നെ ചിലപ്പോൾ അവിടെ മിക്കയിടത്തും ഇങ്ങനെ കറക്റ്റ് നല്ല വാടക കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഏജന്റുമാരാണ് അത് പിടിച്ച് ഇത് മാറ്റുന്നത്. അവരതൊരു എമൗണ്ട് മാറ്റിയിട്ട് കറക്റ്റ് അവർ ആ എമൗണ്ട് മാറ്റി. ആ എമൗണ്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കറക്റ്റ് അവർക്കറിയാം ഇന്ന ഇടത്തുനിന്ന് ഒരു വണ്ടി എന്നെ അവിടെ വരെ പോകുന്നു 15,000 രൂപ ഡീസൽ, ഡ്രൈവറിന് ഒരു 5,000 രൂപ ശമ്പളം കഴിഞ്ഞ്. അപ്പൊ കറക്റ്റ് അവർ 2 രൂപ കൂട്ടി 22 രൂപ ആ ലെവലിനാക്കി വെച്ച് തരും. നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ കണക്ക് എന്തുവാ ഡ്രൈവറിന് ശമ്പളം കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ 500 പോലും ചിലപ്പോൾ വണ്ടിക്ക് കാണത്തില്ലായിരിക്കും. മിക്ക ഓട്ടത്തിൽ ഞങ്ങൾക്ക് ഡ്രൈവറിനും കൂടെ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കായിട്ട് മാറ്റി വെക്കാൻ ഒരു എമൗണ്ട് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഓട്ടത്തിലും അത് കണ്ടതാ. ഇനിയിപ്പോൾ അത് ഇല്ലെന്ന് പറയരുത്, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ പകുതി മുക്കാലും ആൾക്കാർ ഫ്ലോപ്പാണ് കാണിക്കുന്നത് മൊത്തം. അതുകൊണ്ട് നല്ലവർക്ക് കൂടെ പേരുദോഷം കേൾക്കുവോ ചെയ്യുന്നത്. നല്ല സത്യസന്ധമായിട്ട് വാടക കൊടുത്ത് ചെയ്യുന്ന ആൾക്കാർ പലരും ഉണ്ട് ഞങ്ങളുടെ ലിസ്റ്റില്. പല ആൾക്കാരും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അവർക്കും കൂടെ പേരുദോഷം കേൾക്കുക ബാക്കിയുള്ളൊരു കാരണം. ഇവരുടെ വിചാരം എന്തോ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഞങ്ങൾ കിട്ടുന്ന വാടക ഞങ്ങൾ പോവാണെന്ന് വിചാരിക്കുന്നത് നിവൃത്തികൾ കൊണ്ട് പോകുന്നതാ. ഇപ്പൊ ഈ പറയുന്ന വണ്ടി ലോറി ഈ പറയുന്ന ലോറി കാര്യങ്ങളൊക്കെ ഇപ്പൊ സൈഡാക്കി നിർത്തി. ഇപ്പൊ വണ്ടി ഇപ്പൊ ഒന്ന് ഓട്ടോ ഓടാതെ ഇപ്പൊ ഞങ്ങളെല്ലാം ഒറ്റ അടിക്കുന്ന ഈ ആൾക്കാരെല്ലാം കൂടെ തീരുമാനം എടുത്ത് ആ വണ്ടി ഒന്നും ഓടാതിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഈ എന്തായിരുന്നു ഈ പട്ടികളെ പോലെ വീണ്ടും കടന്ന് ഓടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല. വാശി പിടിച്ച് ഇരുന്നിട്ടോ എടുത്തിട്ടോ കാര്യമില്ല. എങ്ങനെ ലോൺ അടച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി CC അടച്ചില്ല വണ്ടി കൊണ്ടുപോകും. ആ ഒരു നിവൃത്തികേട് കൊണ്ട് അങ്ങ് ചെയ്തു പോകുന്നതാ. എല്ലാവരുടെയും അവസ്ഥ നോക്കണം. ഒരു ലോഡുമായിട്ട് ഒരു വണ്ടി കയറ്റം കയറി പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇടവഴി പോയി കഴിഞ്ഞാൽ ആ വണ്ടി അവർ സാമാന്യം നിങ്ങൾ പുറകെ വരുന്നവരും സാമാന്യമായിട്ട് ചിന്തിക്കണം. ആ വണ്ടി ലോഡും പുറത്ത് പോകുന്ന വണ്ടി, ആ വണ്ടി വലിഞ്ഞ് കയറി പോകാൻ സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പുറകെ കൂടെ ഹോൺ അടിച്ച് വന്ന് കയറി വന്നിട്ട് എന്തുവാടാ സൈഡ് കൊടുത്ത് മാറാ എടുക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് മറുപടി കൊടുക്കാൻ പറ്റും? അതാ പറഞ്ഞ ഒന്നും അറിയാൻ വയ്യ. നിങ്ങൾ പുറകിന് വന്നിട്ട് ചുമ്മാ തെറിവിളിക്കടിക്കുകയും ചെയ്യരുത്. കാര്യമായിട്ട് മനസ്സിലാക്കുക എന്തോ സാഹചര്യം കാര്യങ്ങളൊക്കെ. ഇതുപോലൊക്കെ തന്നെ ഞങ്ങൾ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ലോറിക്കാരെല്ലാം ഞങ്ങൾ പച്ചയ്ക്ക് തെറി വിളിച്ചവരാ. സൈഡ് തരാത്തതിനും എടുക്കാത്തതിനും ഒരു വണ്ടിയുടെ പുറകെ കിടക്കും. നമുക്ക് ആർക്കായാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് ദേഷ്യം വരും. ഒരു കാറും കൊണ്ട് ഒരു ചെറിയ ഇടവഴിയൊക്കെ ലോറി കയറി പോകണമെങ്കിൽ നമ്മൾ ആരായാലും ഫാമിലിയായിട്ടൊക്കെ ആയാലും കാറും കൊണ്ട് പുറകിലൊക്കെ ബൈക്കുമായിട്ടൊക്കെ പുറകിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ സൈഡ് കിട്ടുന്നില്ല, എത്ര നേരം പറഞ്ഞാൽ പുറകെ കിടക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ലോറിക്കാരനെ തെറി വിളിച്ചിട്ട് പോകും. ഞങ്ങളും തെറി വിളിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ലോറി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ആ വേദന ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞങ്ങൾ തെറി വിളിച്ചതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അറിയാവുന്നവർ പറയത്തില്ല, അറിയാൻ വയ്യാത്തവരാണ് കംപ്ലയിൻസുമായിട്ട് മൊത്തം വരുന്നത്. അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത്. അത് അറിവില്ലാത്തവരാണ് പറയുന്നത്. അറിവുള്ളവരാരും കംപ്ലൈന്റ് പറയത്തില്ല. ഇത് തിരുവല്ല ബൈപ്പാസ് റോഡാ. നമ്മുടെ തിരുവല്ലയാ, സിഗ്നലാ. ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, വലിയൊരു ബ്ലോക്ക്. എത്രയോ ലോങ് ഓടി വരുന്ന വണ്ടി നമുക്കൊരു ക്ഷീണമായിട്ട് നമ്മളൊന്ന് കിടക്കുമ്പോൾ ഒന്ന് സൈഡ് ഒന്ന് ഉറക്കം വരുമ്പോൾ നമുക്ക് ഉറക്കം എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം അത്രയും ലോങ് ഓടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം ഹൈദരാബാദിൽ നിന്നൊക്കെ ലോങ് ഓടി ഞങ്ങൾ വെളുപ്പിന് തൃശ്ശൂർ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉറക്കം വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഉറക്കം വരുമ്പോൾ ആ സൈഡ് പിടിച്ച് ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിരിക്കും ഒതുക്കുന്നത്. അപ്പോഴത്തേക്ക് പോലീസുകാർ വന്നിട്ട് ഇവിടെ വണ്ടി ഇടാൻ പാടില്ല, ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരു ദിവസം നമ്മുടെ അരൂര് ടോളിൻ്റെ അവിടെ ആ ഭാഗം എത്തിയപ്പോഴത്തേക്ക് അരൂര് ടോളിന് തൊട്ട് മുന്നേ ഞങ്ങൾ വണ്ടി സൈഡാക്കി. ഉറക്കം വന്നിട്ട് ഞങ്ങൾ വണ്ടി സൈഡാക്കി. അപ്പോൾ ഇതുപോലെ വെള്ള ലൈൻ്റെ അകത്താണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞ് വണ്ടി ഇവിടെ ഇടാൻ പാടില്ല, വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സാറേ ഉറക്കം വന്നിട്ട് ഞങ്ങൾ വണ്ടി ഇട്ട് ഞങ്ങൾ കുറച്ച് ഒരു 1 അവർ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് മാറ്റിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഉറക്കം വന്നെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല, വേറെ എങ്ങോട്ടും മാറ്റിയിട്ട് വണ്ടി ഉറങ്ങാൻ പറഞ്ഞു. ഒരു വെറും നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയിൽ നമ്മളെ ആട്ടിവിടത്തില്ലേ, അത് ആ ഒരു രീതിയിൽ പെരുമാറ്റം. ഞങ്ങൾ പറഞ്ഞു സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറേ ഞാൻ വണ്ടി എടുത്തോളാം, പക്ഷെ പോകുന്ന വഴിക്ക് ഞാൻ ആരെങ്കിലും നെഞ്ചത്തോ വല്ലതും കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറയും സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ട് പറയും, സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടി എടുത്തതെന്ന് ഞാൻ പറയും, സാറിൻ്റെ പേര് ഞാൻ പറയത്തുള്ളൂ എന്ന് പറയും. സരി ഞാൻ വണ്ടി എടുത്തിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ശരി ഇവിടെ സൈഡ് കിടന്നോളാം പറഞ്ഞു. കണ്ടോ, നമ്മൾ പറയേണ്ട രീതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അന്നേരം സൈഡായിരിക്കും കുഴപ്പമില്ല. കാരണം എന്താ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്ക് അന്നേരം മനസ്സിലായി. കാരണം ഇനി ഇമാര് പോയി എവിടെ നെഞ്ചത്ത് കയറ്റി കഴിഞ്ഞാൽ എൻ്റെ പേര് പറയുമല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ പ്രശ്നം? പുള്ളിക്കായിരിക്കും പ്രശ്നം.
കാരണം ഇത് നിയമം വെച്ച് റൂള് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കായിരിക്കും സത്യം പറഞ്ഞ കേസ് പോകുന്നത്. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പുള്ളിക്ക് കേസ് പോകത്തുള്ളൂ. കാരണം എന്താ, ഞങ്ങൾക്ക് ഉറക്ക ക്ഷീണം വന്ന് ഞങ്ങൾ സൈഡാക്കിയതാ, ഞങ്ങൾ ചുമ്മാ ഇതാക്കിയത്. ഞങ്ങൾ അത്രയും ദൂരം കവർ ചെയ്ത് വരുന്നവരാ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണം വരുന്ന ലോറിക്കാർക്കാ. ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ അപകടം ലോറി ഉണ്ടാകുന്നത് എന്താ കാരണം എന്താ, ഇവർക്ക് ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സൈഡിലോട്ട് വണ്ടി ഒതുക്കാൻ ഒരു സ്ഥലമില്ല, ഒരു മെയിനായിട്ട് സ്ഥലമില്ല. ഇപ്പോൾ ഞാൻ ഈ റൂട്ട് പോകുന്നു, ഈ റൂട്ട് പോകുന്നതിൽ എവിടെ ഉണ്ട് ഒന്ന് ബാത്റൂമിൽ ഒന്ന് വണ്ടി നിർത്തി ബാത്റൂമിൽ പോകാൻ നമ്മൾ കാറും കൊണ്ട് പോകുന്നു. പെട്ടെന്ന് ഒരു ബാത്റൂമിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറും, ഇല്ലെങ്കിൽ അടുത്തുള്ള ഒരു പമ്പിൽ കയറി കഴിഞ്ഞാൽ പമ്പിൽ നമുക്ക് കയറാം. പക്ഷെ ഒരു ലോറിക്കാർക്ക് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് പമ്പിൽ കയറി ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല. അതറിയോ? നീ ലോറി ഓടിക്കുന്നത് എന്താ റോബോട്ടുകളാ? അവർക്കും വേണ്ടേ, അവർക്കും വെള്ളം കുടിക്കണം, എടുക്കണം, കഴിക്കണം, ബാത്റൂമിൽ പോകണം, എല്ലാം ചെയ്യണ്ടേ, അവർക്കും ചെയ്യണ്ടേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആ തൃശ്ശൂർ ടോൾ പാസ്, ആ പാലിയേക്കര ടോൾ പാസിൻ്റെ അവിടെ ഇഷ്ടം പോലെ ലോറികൾ കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവിടെ എന്തിനാ ഈ വണ്ടികളെല്ലാം വന്ന് കിടക്കുന്നത്? എന്തിൻ്റെ ആവശ്യമാണ്? വേറൊന്നുമല്ല, അവിടെയാണ് എല്ലാവരും വന്ന് വണ്ടി ഇടാൻ സൗകര്യം ഉള്ളതും ഭക്ഷണം കഴിക്കാനും ബാത്റൂം സൗകര്യം എല്ലാം ഉള്ളത്. അവിടെ നിൽക്കാൻ വേണ്ടിയാണ് ഇത്രയോ കിലോമീറ്ററോളം സഞ്ചരിച്ച ആൾക്കാർ വണ്ടി ഓടി അവിടെ എത്തുന്നത്. അതറിയോ? അത് എത്ര പേർക്ക് അറിയാത്? അതാരും മനസ്സിലാക്കുന്നില്ല. അല്ലാതെ അവിടെ ടോൾ പ്ലാസ അവിടെ കണ്ടിട്ട് ചുമ്മാ ചായ കുടിക്കാൻ വേണ്ടി നിർത്തുന്നതല്ല. കിലോമീറ്ററോളം ഓടിയിട്ട് വണ്ടിക്കൊന്ന് റെസ്റ്റ് എടുക്കാനും, ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനും, ഭക്ഷണം കഴിക്കാനും, ആ സമയത്ത് ടോയ്ലറ്റിൽ പോകാനും എടുക്കാനും അതിനു വേണ്ടി തന്നെയാണ് അവിടെ വണ്ടി കൊണ്ട് ഒതുക്കി നിർത്തുന്നത്. ആ സൗകര്യമൊക്കെ ഇവിടെയൊക്കെ ഈ പോകുന്ന റോഡ് സൈഡിൽ അങ്ങനത്തെ ഏതെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാ ലോറിക്കാരും ഇവിടെ നിർത്തും. പക്ഷെ അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതിനുള്ള സൗകര്യം ഇല്ലെന്നല്ല, അതിനുള്ള സൗകര്യം ഒപ്പിച്ച് കൊടുത്തിട്ടില്ല. ഹൈവേ പോലും ഈ വഴിയൊക്കെ ആണെങ്കിൽ ഓക്കെ, പോട്ടെന്ന് വെക്കാം, അത്ര കൺജസ്റ്റിംഗ് ഏരിയ ആണ്, അത്രേ ഉള്ളെന്ന്. പക്ഷെ ഹൈവേലോ എത്ര ഇടത്തുണ്ട്? ഹൈവേയിൽ ഇപ്പം പുതിയ റോഡ് പണിയുന്നിടത്ത് എത്ര ഉണ്ട്? ട്രക്ക് ലൈൻ എത്ര ഇടത്തുണ്ട്? കാസർഗോഡ് അങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? കേരളം വിട്ട് പോകുന്നിടത്ത് പിന്നെയും ഉണ്ട്. പക്ഷെ ഇവിടെ എവിടെ ഉണ്ട്? ഇവിടെ ഒന്നുമില്ല. എത്ര കിലോമീറ്റർ അത് പോട്ടെ, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ ഇവിടെയൊക്കെ ഉണ്ട് പറയേ. എവിടെയെങ്കിലും കൊണ്ട് വണ്ടി സൈഡാക്കാൻ പറ്റുമോ? എന്നാൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ ഒരു വണ്ടി കൊണ്ട് സൈഡാക്കേണ്ട ഒരു സൈഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ വണ്ടി ഇടാനും പറ്റത്തില്ല. കാരണം അപ്പോഴത്തെ വഴിയോര കച്ചവടക്കാരാ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലേ, ഞങ്ങളുടെ വരുമാനമാണ്, ഞങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങൾ വണ്ടി എടുത്ത് മാറ്റെന്ന് പറഞ്ഞ് വഴിയോര കച്ചവടക്കാർ ഞങ്ങൾ ആട്ടിയാണ് വിടുന്നത്, ലോറിക്കാരെ റോഡ് സൈഡിൽ നിന്ന്. ഒന്ന് ഉറക്കം ഉളച്ചിട്ടൊക്കെയാണ്, ഉറക്കം വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കാണുമ്പോൾ ലോറി ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും കടക്കാർ ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റത്തില്ല, ഇവിടെ കച്ചവടം ഉള്ളതാ, ഇവിടെ വണ്ടി മാറ്റിയിടുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് അത് അവരുടെ മാന്യത ഉള്ളത് കൊണ്ട് ചിലവർ മിക്കവരും അവിടുന്ന് അവരെ കേൾക്കുമ്പോൾ തന്നെ വണ്ടി എടുത്തങ്ങ് പോകും. പക്ഷെ അങ്ങനെ പോകേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല. അങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ വണ്ടി ഇട്ട് കിടക്കണം, അതാ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണ്ടേ? കാരണം നമുക്കൊരു വാല്യൂ തന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് അവരുടെ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നേ. പിന്നെ അല്ലാതെ അത്രേ ഉള്ളൂ. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, അങ്ങനെയാണല്ലോ സംഭവം. റെസ്പെക്ട് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും തരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു സൈഡ് മാത്രമായിട്ട് വേണ്ട, അതങ്ങനെ ഒന്നും വേണ്ട. അവിടെ ബ്ലോക്കാ കണ്ടോ? മുത്തൂര് ഞാൻ എപ്പോൾ ചെല്ലാനാ? നമുക്ക് പതുക്കെ ചെന്നാൽ സമയമുണ്ട്, കുഴപ്പമില്ല. വണ്ടി കൊണ്ട് എത്തിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ. അക്ഷര നഗരിയിലേക്ക് സ്വാഗതം. കോട്ടയം. ചെറിയൊരു മഴക്കോട് പോലെ ഉണ്ട്. സമയം ഇപ്പം 6:30. നമ്മൾ ഷോറൂമിൽ കയറുമ്പോഴത്തേക്ക് എന്തായാലും രാത്രിയാവും. ഒരു 8 മണി ആവത്തില്ല, ഒരു 7:30 ആകുമ്പോഴത്തേക്ക് എത്തും. മൂവാറ്റുപുഴയ്ക്ക് മുന്നേ അല്ലേ? അപ്പോൾ ഒരു മാക്സിമം ഒരു 45, ഒരു 1 hour കൂട്ടിക്കോ, 1 hour മതി. 7:30 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോഴത്തേക്ക് നമുക്ക് ഷോറൂമിൽ കയറുന്നതിൻ്റെ വീഡിയോ നോക്കാം. നമുക്ക് ലൈറ്റിങ് പോലിരിക്കും. രാത്രി വെട്ടം വെളിച്ചൊന്നും ഇല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ബൈക്ക് ഇത് മറ്റേ ആകാശ നടപ്പാതയല്ലേ ഇത്? ഇതെന്താ ഫ്ലോപ്പായെന്നറിയോ? അറിയത്തില്ല. ഇതിൻ്റെ നീ ആ പില്ലർ ശ്രദ്ധിച്ചോ? ആ പില്ലറെല്ലാം ഈ സെൻട്രൽ പില്ലർ കണ്ടോ? പൈപ്പ്
അതിനെല്ലാം നടുക്കൂടെ ഈ സാധനം പോയിരിക്കുന്നത്, പൈപ്പ് പോയിരിക്കുന്നത്. പക്ഷെ നീ കണ്ട അവിടെ അവിടെ ആ ബസ് പോകുന്നുണ്ടോ? ആ ബസ്സിൻ്റെ കൊണ്ട് തൊട്ടപ്പുറത്തുണ്ട്, ആ ലാസ്റ്റ് കാണും, ആ ബിൽഡിങ്ങിനോട് ചേർന്നിരിക്കുന്ന ആ പൈപ്പ് ഉണ്ടോ, വലിയ പൈപ്പ് കണ്ടോ? ആ പൈപ്പിനകത്ത് സെൻറ്ററിൽ കൂടെ അല്ല കണ്ടോ, അതിനകത്ത് വരെ എക്സ്ട്രാ ഒരു ടീ പോലെ കണക്ഷൻ കൊടുത്ത് കണ്ടോ കണക്ഷൻ കൊടുത്ത് അതിനകത്തൂടെ പോയിരിക്കുന്നത്. കാരണം ആ പൈപ്പിൻ്റെ സെൻറ്ററിൽ കൂടെ അത് കണക്ഷൻ ആയിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല ആ റൗണ്ട്. ഒന്നെങ്കിൽ പ്ലാനിങ് മിസ്റ്റേക്ക് ആയിരിക്കാം, ഞാനങ്ങ് പറയാം. ചിലപ്പോൾ ഒന്നെങ്കിൽ അതായിരിക്കാം, മേ ബി ചിലപ്പോൾ അതായിരിക്കാം, ഇല്ല ചിലപ്പോൾ ആ ചെയ്ത് കറക്റ്റ് ആയിരിക്കാം, അറിയത്തില്ല എന്തുവാന്ന്. പക്ഷേ ബാക്കി എല്ലാ സെൻട്രൽ പില്ലറിൻ്റെയും കൂടെ സെൻട്രലിലൂടെ പോയിരിക്കുന്നത്, ആ പില്ലറിൻ്റെ നടുക്കൂടാണ് പൈപ്പ് പോയിരിക്കുന്നത്. പക്ഷെ ആ കാണിച്ച പില്ലറിൻ്റെ നടുക്കൂടെ പൈപ്പ് പോയിട്ടില്ല. യെസ്, ഇപ്പോൾ സമയം ഇപ്പോൾ 7:45, 8 മണിയായി. ഞങ്ങളിപ്പോഴും റോഡ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയൊക്കെ നിർത്തി. പിന്നെ റോഡ് ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷോറൂമിലോട്ട് എത്തി കയറുക. നമ്മുടെ ടിപ്പർ പറന്നു വരുന്നു. ആ ക്രിസ്റ്റയുടെ ബാഗിലങ്ങ് എടുത്തു. ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തുവാ സൗണ്ട്? ആ ഭയങ്കര ഒരു വീട്ടിലൊക്കെ വന്ന് വീടുന്ന പോലെ. വിളിച്ച് പറഞ്ഞായിരുന്നോ? എന്തുവാ മുണ്ടക്ക് ഇത്ര സൗണ്ട്? ടയർ കിടന്ന് വരയ്ക്കുന്നതിൻ്റെയാ? ടയർ എടുത്തല്ലോ, ഇതെന്താ ഇത്രയും വലിയ സൗണ്ട്? വണ്ടി എവിടെ ഉണ്ടേ? ഇവിടെ ഇറക്കിയിടാം. ഒരു മാറ്റണമെങ്കിൽ ഇനി എഴുതും സുന്ദരിയാണ്. എന്താ പറഞ്ഞേ? അകത്ത് കയറ്റിയിടാനോ? എന്നാ വാ.
പോട്ടെ 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 പോട്ടെ, എടുത്തോ ബാക്കി പോട്ടെ. യെസ്, പോട്ടെ പോട്ടെ പോട്ടെ, ബാക്കി എടുത്തു. അബ്ബാസ് മതി.